Hi all, I'm Naina Narayanan, Assistant Professor in English, and this is SIMS Education Center Malappuram. So we were discussing about the paper Social History of England and History of English Literature, and we will continue with that first unit, the making of the English language. So the period between the conquest and Chaucer is more important from the point of view of language than literature. അപ്പോൾ ലാംഗ്വേജിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ കോൺക്വസ്റ്റിൻ്റെയും ചോസറിൻ്റെയും ഇടയിലുള്ള കാലഘട്ടമാണ് ലിറ്ററേച്ചറിൽ ഏറ്റവും പ്രാധാന്യമുണ്ടായിരുന്നത് എന്നാണ് പറയുന്നത്. During these 300 years, modern English evolved out of the conflict of opposing tongues. By the beginning of the 14th century, the completed triumph of English was signalized by the Statute of 1362. സോ എന്താ പറയുന്നതെന്ന് വെച്ചാൽ 300 വർഷത്തിനുള്ളിൽ ആണ് ഈ ഒരു മോഡേൺ ഇംഗ്ലീഷ് ഈ ഒരു ഫോമിലേക്ക് എത്തിയത്. അപ്പം എന്താ പറയുക, മറ്റ് ഓപ്പോസിങ് ലാംഗ്വേജസിനോടൊക്കെ ഫൈറ്റ് ചെയ്ത് 300 വർഷം വേണ്ടി വന്നു ഇംഗ്ലീഷ് ഈ ഒരു മോഡേൺ ഫോമിലേക്കായിട്ട് എത്താനായിട്ട്. അപ്പോൾ 14-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കമാണ് ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ വിജയം എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. അന്നത്തെ 1362 ചട്ടപ്രകാരമാണ് ഇംഗ്ലീഷ് മീൻസ് ഈ ഒരു മോഡേൺ ഈ ഒരു രൂപത്തിൽ വന്നിട്ടുള്ളത്. Though French disappeared, there was no standard form of English and English took place. English was broken up into many dialects. There was Northern English, Midland English and Southern English. അപ്പോൾ ഫ്രഞ്ച് ഡിസപ്പിയർഡ് ആയി പോയെങ്കിൽ പോലും ഇന്നത്തെ ഈ ഒരു സ്റ്റാൻഡേർഡ് ഫോമിലായിട്ടുണ്ടായിരുന്നില്ല ഇംഗ്ലീഷ്. പിന്നീട് മീൻസ് അതിന് ഒരുപാട് ഡയലക്ട്സ് ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾ പറയില്ലേ, ഇപ്പം നമുക്ക് തന്നെ ഉണ്ട് മലപ്പുറത്ത് വേറെ രീതിയിലുള്ളൊരു മലയാളമാണ് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ കോഴിക്കോടാണെങ്കിൽ വേറെ രീതിയിലാണ്, അല്ലെങ്കിൽ തിരുവനന്തപുരത്താണെങ്കിൽ വേറെ രീതിയിലാണ്. അതേപോലെ തന്നെ പല ഡയലക്ട്സിലായിരുന്നു ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉണ്ടായിരുന്നിട്ട്. അതുപോലെ തന്നെ അതിന് ഇപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട് നോർത്തേൺ ഇംഗ്ലീഷ്, മിഡ്ലാൻഡ് ഇംഗ്ലീഷ്, സദേൺ ഇംഗ്ലീഷ് അങ്ങനെയൊക്കെയായിരുന്നു. There were fundamental differences among them and were subdivided into numerous varieties. ഇതിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ടായിരുന്നു. Gradually, East Midland English gained importance because it was the speech of the capital and the two centers of learning, Oxford and Cambridge. Chaucer chose this vehicle for his writing, and only through him several professional dialects attained the dignity of the national language. അപ്പോൾ പിന്നീട് ഈസ്റ്റ് മിഡ്ലാൻഡ് ഇംഗ്ലീഷാണ് മീൻസ് മോഡേൺ മീൻസ് അതാണ് കോമൺ ആയിട്ട് ആളുകൾ യൂസ് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് എന്നുള്ള നിലയിൽ വന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്തായിരുന്നെന്ന് വെച്ചാൽ നമ്മുടെ ലേണിംഗ് സെൻറ്റേഴ്സ് ആയിട്ടുള്ള ഓക്സ്ഫോർഡും കാംബ്രിഡ്ജും ഈസ്റ്റ് മിഡ്ലാൻഡ് ഏരിയയിലായിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ചോസർ എഴുതാനായിട്ട് ചൂസ് ചെയ്തിരുന്നത് ഈ ഡയലക്ട്സ് ആയിരുന്നു. അപ്പോൾ അതൊരു നാഷണൽ ലാംഗ്വേജ് എന്നുള്ള ആ ഒരു ലെവലിൽ എത്തി. സോ നെക്സ്റ്റ് സബഡിങ് the age of Chaucer 1340 to 1400. Compared with the other periods, the age of Chaucer is quite short, and it includes the reign of Edward III, the revolution of 1399 and the foundation of Lancastrian dynasty. അപ്പോൾ മറ്റ് പീരീഡുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ചോസറിൻ്റെ പീരീഡ് എന്ന് പറഞ്ഞാൽ വളരെ ചുരുങ്ങിയ കാലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എഡ്വേർഡ് മൂന്നാമൻ്റെ വരവോടുകൂടിയാണ് 1399 ആ റെവല്യൂഷൻ ഉണ്ടായത്. അതെ, അങ്ങനെയാണ് ലാങ്സ്റ്ററിയൻ ഡൈനാസ്റ്റിയുടെ ഫൗണ്ടേഷൻ ലാങ്സ്റ്ററിയൻ ഡൈനാസ്റ്റി അടിത്തറ പാകിയത്. അപ്പോൾ ലാങ്സ്റ്ററിയൻ ഡൈനാസ്റ്റി എന്ന് പറയുന്നത് അതൊരു റോയൽ ഹൗസാണ്. അത് ഇംഗ്ലണ്ട് ഭരിച്ചിരുന്നത് 1399 തൊട്ട് 1461 കാലഘട്ടം വരെയായിരുന്നു. അപ്പം അതിൽ ഒരു ഫാമിലീൻ്റെ ബ്രാഞ്ചായിട്ട് മീൻസ് അതിൽ ഏറ്റവും യങ്ങറായിട്ടുള്ള ആളായിരിക്കും അവിടെ ഭരിക്കുക. ദ ഏജ് ഓഫ് ചോസർ ഹാഡ് മെനി സോഷ്യൽ ആൻഡ് ഇൻ്റലക്ച്വൽ മൂവ്മെൻറ്റ്സ്. അപ്പോൾ സോഷ്യൽ ആൻഡ് ഇൻ്റലക്ച്വൽ മൂവ്മെൻറ്റ്സ് ചോസറിൻ്റെ കാലഘട്ടത്തിൽ സോഷ്യൽ ആൻഡ് ഇൻ്റലക്ച്വൽ മൂവ്മെൻറ്റ്സ് ഒരുപാടുണ്ടായിരുന്നു. ദ ടെറിബിൾ പ്ലേഗ് കാൾഡ് ബ്ലാക്ക് ഡെത്ത് ബ്രോട്ട് പോവർട്ടി, അൺറെസ്റ്റ് ആൻഡ് റിവോൾട്ട് എമംഗ് ദ പെസൻസ്. ദ വാസ് ഗ്രോത്ത് ഓഫ് ദ സ്പിരിറ്റ് ഓഫ് ഇൻക്വയറി. അപ്പം പ്ലേഗ് നമ്മൾ പകർച്ചവ്യാധിയായിട്ടുള്ള ബ്ലാക്ക് ഡെത്ത് എന്താണ് കൊണ്ടുവന്നത്? ദാരിദ്ര്യം കൊണ്ടുവന്നു എന്നാണ് പറയണത്. അതുപോലെ തന്നെ പെസൻസ് കർഷകരുടെ ഇടയിൽ ഒരുപാട് റിവോൾട്ട്സൊക്കെ ഉണ്ടായി ഇത് കാരണം എന്നാണ് പറയണത്. ലിറ്റററി ഫീച്ചേഴ്സ് ഓഫ് ദ ഏജ്.
This gave the standardizing of English. The English language took the standard of the East Midland speech used in the capital city and the universities. French and English combined to form standard English, and the works of Chaucer made full use of this form. മറ്റ് പീരീഡ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു ഈ ഇംഗ്ലീഷിനെ ഇങ്ങനെ ഇപ്പോഴത്തെ രൂപത്തിലേക്ക് മോഡിഫൈ ചെയ്ത് കൊണ്ടുവന്നത് ഈ ഒരു ചോസറിൻ്റെ ഏജിലാണ്. അപ്പം ഈസ്റ്റ് മിഡ്ലാൻഡ് ഇംഗ്ലീഷായിരുന്നു ആളുകൾ സംസാരിക്കാനായിട്ടും യൂണിവേഴ്സിറ്റിയിലെ ഭാഷയായിട്ടൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഫ്രഞ്ചും ഇംഗ്ലീഷും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് ഇന്നത്തെ സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് ഫോമിൽ എത്തിയത്. അപ്പോൾ ചോസറിൻ്റെ വർക്കാണ് അതിന് കൂടുതലായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. The sharper spirit of criticism began in this age. With the suspension of romance, the spirit of drama was started. Authors are identified with their works. അപ്പം എന്താ പറയുക, നമ്മുടെ ക്രിറ്റിസിസത്തിൻ്റെ സ്പിരിറ്റൊക്കെ തുടങ്ങിയത്, മീൻസ് ക്രിറ്റിസിസം എന്നുള്ള ഈ ഒരു കൺസെപ്റ്റിന് തുടങ്ങിയത് ചോസറിൻ്റെ കാലഘട്ടത്തിലായിരുന്നു. അതുപോലെ തന്നെ റൊമാൻറ്റിക് കാലഘട്ടത്തിന് ശേഷം ഡ്രാമയോടുള്ള സ്പിരിറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്തത് ഈ ഒരു ഏജിലായിരുന്നു. അതുപോലെ തന്നെ എഴുത്തുകാർ അവരുടെ വർക്കിൻ്റെ പേരിലായിരുന്നു കൂടുതലായിട്ട് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. The age of Chaucer was the foundation of prose style. Earlier there were the styles of experimentation and imitation, and this era gave birth to original and individual works. അപ്പം ചോസറിൻ്റെ ഏജാണ് പ്രോസ് സ്റ്റൈലിൻ്റെ ഒരു അടിസ്ഥാനം, മീൻസ് അടിത്തറ പാകിയതെന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതിന് മുന്നേ ഉള്ള കാലഘട്ടങ്ങളിൽ പുതിയ പരീക്ഷണങ്ങളും അതുപോലെ ഇമിറ്റേഷൻസ് അനുകരണങ്ങളുമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ഏജിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ആയിട്ടുള്ള ഇൻഡിവിജ്വൽ ആയിട്ടുള്ള വർക്ക്സ് വന്നിട്ടുള്ള ഒരു ഏജാണ് ചോസറിൻ്റെ ഏജ് എന്ന് പറയുന്നത്. For the first time, Scotland started supplying writers of worthy note. അപ്പോൾ ആദ്യമായിട്ട് സ്കോട്ട്ലാൻഡ് എന്താ പറയുക, യോഗ്യതയുള്ള എഴുത്തുകാരെ സപ്ലൈ ചെയ്തു എന്നാണ് പറയുന്നത്. ജോഫ്രി ചോസർ 1340 to 1400, his life period. The date of Chaucer's birth is uncertain, but it has been generally accepted as being 1340. He was born in London. He served in the military abroad. He received many royal pensions and bounties. He was first poet to be buried in Westminster Abbey. അപ്പം അദ്ദേഹത്തിൻ്റെ ജനിച്ച തീയതിയൊന്നും നമുക്ക് അറിയില്ല, മീൻസ് അതിനെക്കുറിച്ചൊന്നും അതൊരു ഇപ്പോഴും ഒരു കൺഫ്യൂഷനാണ്. പക്ഷെ അദ്ദേഹം ജനിച്ച വർഷം 1340 ആണ് നമുക്കറിയാൻ കഴിയുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം ജനിച്ചത് ലണ്ടനിലാണ്. അപ്പോൾ മിലിറ്ററിയിലായിരുന്നു അദ്ദേഹം വർക്ക് ചെയ്തിരുന്നത്. അങ്ങനെ അദ്ദേഹത്തിന് ഒരുപാട് റോയൽ പെൻഷൻസും അതുപോലെ പാരിതോഷികങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട്. അപ്പം അദ്ദേഹമാണ് വെസ്റ്റ്മിൻസ്റ്റർ ആബിയിൽ ആദ്യമായിട്ട് മറവ് ചെയ്യപ്പെട്ട ആദ്യത്തെ കവി എന്ന് പറയുന്നത് ചോസറാണ്. Chaucer's poems can be divided into 3 stages: the French, the Italian, and the English. The English works of him are the development of the first two. His French poems are clumsy and immature. The Italian poems show advances in meter and technical ability. There is growing keenness and originality. അപ്പം ചോസറിൻ്റെ ഈ പോയംസിനെ നമുക്ക് 3 സ്റ്റേജസ് ആയിട്ട് തിരിക്കാം എന്നാണ് പറയുന്നത്. ഒന്ന് ഫ്രഞ്ച്, അടുത്തത് ഇറ്റാലിയൻ, മൂന്നാമത്തത് ഇംഗ്ലീഷ്. അപ്പോൾ ഇംഗ്ലീഷ് വർക്ക്സ് ഓഫ് ഹിം ആർ ഡെവലപ്മെൻറ്റ് ഓഫ് ദ ഫസ്റ്റ് ടു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് വർക്ക്സാണ് ഈ മറ്റുള്ള രണ്ടിനെയും ഡെവലപ്പ് ചെയ്യാൻ സഹായിച്ചത്. അദ്ദേഹത്തിൻ്റെ ഫ്രഞ്ച് പോയംസ് എന്താണ്, ക്ലംസി ആൻഡ് ഇമ്മച്ചുവർ എന്ന് പറയുന്നത്, വിചിത്രമായതും അതുപോലെ തന്നെ എന്താണ് ഒട്ടും പക്വത ഇല്ലാത്ത പോലെ, അങ്ങനെയാണ് ഫ്രഞ്ച് പോംസൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫീൽ ചെയ്യാം. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഇറ്റാലിയൻ പോയംസ് എന്താണ് മീറ്ററിലും ടെക്നിക്കൽ എബിലിറ്റിയിലും ഒക്കെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആണ്. അപ്പം അതിൽ എന്താ പറയുക, ഒറിജിനാലിറ്റി ഉണ്ട്, കുറച്ച് തീക്ഷ്ണത ഒക്കെ നിറഞ്ഞിട്ടുള്ള വർക്ക്സാണ് ഇതിൽ ഇറ്റാലിയനിലൊക്കെ വന്നിട്ടുള്ളത്. Chaucer's English poems contain the greatest individual talent. The achievement of this period is the Canterbury Tales, which is essentially English. For the purpose of Canterbury Tales, Chaucer draws together 29 pilgrims, including himself. They meet at the Tabard in Southwark in order to go on a pilgrimage to the tomb of Thomas Becket at Canterbury.
അപ്പോൾ ഈ ചോസറിൻ്റെ ഇംഗ്ലീഷ് പോയിംസ് എന്ന് പറയുന്നത് ആണ് അദ്ദേഹത്തിൻ്റെ ഇൻഡിവിജ്വൽ ടാലൻറ്റിനെ എടുത്തു കാണിക്കുന്ന ഒന്നാണ് അദ്ദേഹത്തിൻ്റെ കാൻറ്റർബറി ടെയിൽസ് എന്നുള്ള പോയം. അപ്പം അതിൽ അദ്ദേഹം അത് അദ്ദേഹം എങ്ങനെ എഴുതിയിരിക്കുന്നതെന്ന് വെച്ചാൽ 29 പിൽഗ്രിംസ് തീർത്ഥാടകർ, അദ്ദേഹം അടക്കം 29 തീർത്ഥാടകർ ടബാഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച് കണ്ടുമുട്ടുകയാണ്. അവർ തോമസ് ബെക്കറ്റിൻ്റെ ടോംബിൽ വിസിറ്റ് ചെയ്യാനായിട്ട് പോകുന്ന 29 പിൽഗ്രിംസ്. ചോസർ chose 29 from both the sexes. And they ranged from a knight to a humble man. Their occupations and personal qualities are many and diverse. The prologue to the main work depicts them as interesting, alive and thoroughly human. അപ്പോൾ അദ്ദേഹം ഈ 29 പേരെ ചൂസ് ചെയ്തിരിക്കുന്നത് പല സെക്സസിൽ, മീൻസ് ഫീമെയിൽ മെയിലുണ്ട്, അതുപോലെ തന്നെ പല പറഞ്ഞാൽ ഉയർന്ന നിലയിൽ തൊട്ട് താഴ്ന്ന നിലയിൽ, മീൻസ് ചെറിയ സാധാരണക്കാരായ ആളുകൾ വരെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ അതിൽ നൈറ്റ് തൊട്ട് ഹംബിൾ മാൻ വരെ ഉണ്ട്. ദെയർ ഓക്യുപ്പേഷൻസ്, അവരുടെ ജോലിയും പേഴ്സണൽ ക്വാളിറ്റീസും ഒക്കെ പലതരത്തിലുള്ളതാണ്, ആരും സിമിലർ അല്ല. ദ പ്രലോഗ് ടു ദ മെയിൻ വർക്ക് ഡെപിക്ട്സ് ദം ആസ് ഇൻട്രസ്റ്റിംഗ്, അലൈവ് ആൻഡ് തറോലി ഹ്യൂമൻ. അപ്പോൾ ആ പ്രലോഗിൽ ആണ് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുക. ദ ഹോസ്റ്റ് ഓഫ് ദ ടബാർഡ് സജസ്റ്റ് ഈച്ച് പിൽഗ്രിം ഷുഡ് ടെൽ 2 tales on the outward journey and 2 on the return, and the host believes that this would relieve the tedium of the journey. അപ്പോൾ ഇതിൻ്റെ ഹോസ്റ്റ് പറയുന്ന ആൾ എന്താണ്, മീൻസ് ഇത് നടത്തുന്ന ആൾ എന്താണ് ഇങ്ങനെ സജസ്റ്റ് ചെയ്യാണ്, അങ്ങോട്ട് ഈ തോമസ് ബക്കറ്റിൻ്റെ ടോംബിലേക്ക് പോകുന്ന വഴിയും പോയി തിരിച്ചു വരുന്ന വഴിയും എന്താണ്, ഓരോരുത്തരും 2 കഥകൾ വെച്ച് പറയണം. അപ്പം ഹോസ്റ്റ് ബിലീവ്സ് ദാറ്റ് ദിസ് വുഡ് റിലീവ് ദ ടെഡിയം ഓഫ് ദ ജേർണി. അപ്പോൾ ഈ ഒരുപാട് ദൂരം യാത്ര ചെയ്യുന്നതിൻ്റെ മടുപ്പൊക്കെ ഇത് ഇല്ലാതാക്കുന്ന, അപ്പോൾ ഒരുപാട് നേരത്തെ യാത്രയുടെ മടുപ്പ് ഇത് ഇല്ലാതാക്കുന്ന അദ്ദേഹം പറയാണ്. This resulted in an immense collection of over 100 tales, but as it happens, Chaucer finished only 20 and left 4 partly complete. ഇത് എന്താണ് പറയുക, ഒരുപാട് 100 കണക്കിന് കഥകൾ ഇതിൽ ഉൾപ്പെടുമായിരുന്നു. പക്ഷേ ചോസറിന് 20 എണ്ണേ കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞുള്ളൂ. അതേപോലെ തന്നെ 4 എണ്ണം ഇൻകംപ്ലീറ്റുമാണ്. The separate tales are linked with their individual prologues and narrations. Even in its incomplete state, the book is a small literature in itself. സെപ്പറേറ്റ് ആയിട്ടുള്ള ടെയിൽസിനെ ഒരുമിച്ച് കൊണ്ടുവരികയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അത് കംപ്ലീറ്റ് അല്ലെങ്കിൽ പോലും അതൊരു ചെറിയ ലിറ്ററേച്ചർ ഫോം തന്നെയാണ്. ഇറ്റ് കണ്ടെയ്ൻസ് വെറൈറ്റി ഓഫ് ഹ്യൂമേഴ്സ്, പാത്തോസ്, ഡിസ്ക്രിപ്ഷൻ, ഡയലോഗ്, ഡൈഗ്രഷൻ ആൻഡ് നെറേറ്റീവ്. അപ്പോൾ അത് ഇൻകംപ്ലീറ്റ് അല്ലെങ്കിൽ പോലും അതൊരു എന്താ പറയുക, ഒരു കുഞ്ഞു ലിറ്ററേച്ചർ ഫോം തന്നെയാണ്. അപ്പോൾ അതിൽ ഹ്യൂമേഴ്സ് ഉണ്ട്, അതുപോലെ ശോകം വരുന്ന രീതിയിലുള്ള ഡിസ്ക്രിപ്ഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഡയലോഗ്സ് ഉണ്ട്, നറേറ്റീവ്സ് എല്ലാം ഉണ്ട്. There are 2 prose tales, Chaucer's own tale of Melibœus and the Parson's Tale. അപ്പം അതിൽ 2 പ്രോസ് ടെയിൽസ് ഉണ്ടായിരുന്നു. ഒന്ന് ചോസറിൻ്റെ തന്നെ ടെയിലായിട്ടുള്ള മെലിബസും പിന്നെ ഒന്ന് പാഴ്സൺസ് ടെയിലുമാണ്. അതർ ടെയിൽസ് ആർ കമ്പോസ്ഡ് ഇൻ എ പവർഫുൾ ആൻഡ് വെർസറ്റൈൽ ഹീറോയിക് കപ്ലെറ്റ്. അപ്പാർട്ട് ഫ്രം ദിസ് വർക്ക് ചോസർ ഓൾസോ റോട്ട് സം ഷോർട്ട് പോംസ്. അപ്പം ബാക്കിയുള്ള ടെയിൽസൊക്കെ ഹീറോയിക് കപ്ലെറ്റിലാണ് എഴുതിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ വർക്കിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ചില ഷോർട്ട് പോയംസും എഴുതിയിട്ടുണ്ട്. ഇനി ചോസേഴ്സ് പ്രോസ് ആണ് പറയുന്നത്. The 2 prose tales
The two prose tales, the tale of Melius and the Parson's tale, are lifeless in style and full of morals. അപ്പോൾ അദ്ദേഹത്തിൻ്റെ രണ്ട് ടേൽസ് ആയിട്ടുള്ള മെലിയസ് അല്ല മെലിബസ് ആണ്, ടെയിൽ ഓഫ് മെലിബി എന്നാണ് പറയണത്. ആൻഡ് പാസൻസ് അത് സ്റ്റൈലിൽ ലൈഫ്ലെസ് ആണ്, ഫുൾ ഓഫ് മോറൽസ് ആണ്. കമ്പയർഡ് വിത്ത് ദ ഏർലിയർ പ്രോസ് വർക്ക്സ്, they do not show any advance. They have strong sentence construction and vocabulary. അപ്പോൾ ഈ രണ്ട് ടേൽസിനും നല്ല സ്ട്രോങ് സെൻറ്റൻസ് കൺസ്ട്രക്ഷനും അതുപോലെ തന്നെ വൊക്കാബുലറിയും ഉണ്ട് എന്നാണ് പറയുന്നത്. ഇനി അടുത്തത് ഫീച്ചേഴ്സ് ഓഫ് ചോസേഴ്സ് പോയിട്രി. ചോസേഴ്സ് വർക്ക് occupies in the unique position in the literature of his age, and he is first with no competitor for several years to challenge his position. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചോസറിൻ്റെ വർക്കുകൾ എന്ന് പറഞ്ഞാൽ ഒരു യുണീക്ക് പൊസിഷനിൽ നിൽക്കുന്നതാണ് ആ ഒരു ഏജിൽ ലിറ്ററേച്ചറിൽ. അതുപോലെ തന്നെ അദ്ദേഹമാണ് ആദ്യത്തെ ആൾ, എന്താണ്, ഒരു കോമ്പറ്റേറ്ററും ഇല്ലാതെ അദ്ദേഹത്തിൻ്റെ ഈ ഒരു പൊസിഷനെ ചലഞ്ച് ചെയ്യാനായിട്ടുള്ള എഴുത്തുകാരില്ല എന്ന് തന്നെയാണ് പറയുന്നത്. The most important literary virtue of Chaucer is his power of observation. He was a man of the world. He mixed freely with all type of mankind. He used his opportunities to observe even the little qualities of human nature. He had the seeing eye, the good memory, the judgments to select and capacity to record. അപ്പോൾ ചോസറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലിറ്റററി വേർച്യൂ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഒബ്സർവേഷനിലുള്ള പവർ. ലോകത്തിൻ്റെ മനുഷ്യൻ എന്നൊക്കെ നമുക്ക് പറയാം, എന്താ, പല ആളുകളെയും മിക്സ്ഡപ്പ് ചെയ്തിട്ട് ഫ്രീ ആയിട്ട് അദ്ദേഹം പറയാറുണ്ട്. അതുപോലെ തന്നെ എന്താ, ഒരു മനുഷ്യൻ്റെ ഏറ്റവും ചെറിയ ക്വാളിറ്റീനെ വരെ അദ്ദേഹം ഫോക്കസ് ചെയ്ത് പറയും. അദ്ദേഹത്തിന് കാണാനുള്ള കഴിവുണ്ടായിരുന്നു, നല്ല മെമ്മറി ഉണ്ടായിരുന്നു, അതുപോലെ ഓരോ കാര്യങ്ങളെ സെലക്ട് ചെയ്യാനും ജഡ്ജ് ചെയ്യാനുമുള്ള ഒരു കപ്പാസിറ്റി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. Chaucer had the power of description. He carefully selected details and presented them skillfully. അപ്പം അദ്ദേഹത്തിന് ഒരു കാര്യം കണ്ടെത്തിയിട്ടുള്ള ഒരു കാര്യം നന്നായിട്ട് പറയാനുള്ളൊരു കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പോൾ ഓരോ ഡീറ്റെയിൽസും സെലക്ട് ചെയ്തതിനെ നല്ല സ്കിൽഫുള്ളായിട്ട് പ്രസൻറ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. Chaucer's best descriptions of men, manners and places are of the first rank in beauty, impressiveness and humor. The prologue provides ample material to illustrate his power in describing his fellow men. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് എന്താ, ഫസ്റ്റ് റാങ്കിലാണ്. അതിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത് ആദ്യം നിൽക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ എന്താ, അദ്ദേഹത്തിൻ്റെ ആളുകളെ നല്ല രീതിയിൽ പറയാനായിട്ടുള്ള കഴിവ്, ഇലസ്ട്രേറ്റ് ചെയ്യാനുള്ളൊരു കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇനി അടുത്തത് Chaucer's humor and pathos. During Chaucer's time, there were only few poets to perceive the fun of life. So Chaucer's humor had a great variety and was delightful, and the Clerk of Oxenford in The Wife of Bath is a good example. The humor of Chaucer mostly is urban. അപ്പം ചോസറിൻ്റെ കാലത്ത് കുറച്ച് പോയറ്റ്സ് എന്താണ്, ജീവിതത്തിൻ്റെ ആ ഒരു തമാശയൊക്കെ ഉൾക്കൊള്ളിച്ച് പറയാറുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ചോസർ എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഹ്യൂമർ എന്ന് പറയുന്നത് വ്യത്യസ്തമായ വെറൈറ്റിയിലുള്ളതായിരുന്നു, ആളുകളെ കൂടുതൽ സന്തോഷിപ്പിക്കുന്ന തരത്തിലുള്ളതായിരുന്നു. അപ്പോൾ അതിൽ ദ ക്ലർക്ക് ഓഫ് ഓക്സൻഫോർഡ്, വൈഫ് ഓഫ് ബാത്തിലെ ദ ക്ലർക്ക് ഓഫ് ഓക്സൻഫോർഡ് എന്ന് പറയണത് അതിനൊരു നല്ലൊരു എക്സാമ്പിളാണ്, മീൻസ് അദ്ദേഹത്തിൻ്റെ ഹ്യൂമറിനൊരു എക്സാമ്പിളാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഹ്യൂമേഴ്സൊക്കെ കൂടുതലും അർബൻ ആയിരുന്നു. അൺലൈക്ക് ഹ്യൂമർ, ചോസർ ലേസ് ലെസ് എംഫസിസ് ഓൺ പാത്തോസ്. അദ്ദേഹം ഈ ശോകം, മീൻസ് സങ്കടം വരുന്ന അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അദ്ദേഹം വളരെ കുറച്ചേ പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഈസ് നോട്ട് ഓവർലുക്ക്ഡ്. In the poetry of Chaucer, the sentiment is humane and unforced. The excellent example of pathos is in the Tale of Prioress. പക്ഷേ അദ്ദേഹം പൂർണ്ണമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കിയത് പറയുന്നില്ല. അതിനൊരു എക്സലൻറ്റ് എക്സാമ്പിളാണ് ടെയിൽ ഓഫ് ദ പ്രയറസ് എന്ന് പറയുന്നത്. Chaucer's narrative power. Chaucer is a good storyteller. His narrative possesses a curious, stealthy speed. He mostly narrated the weakness of his generation. Chaucer had a fondness for long speeches, digressions, and ethical problems. Troilus and Cressida is an example for his long narrative, but his narrative is admirable. അപ്പം അദ്ദേഹത്തിന്
നറേറ്റീവ് പവറിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അദ്ദേഹം ഒരു നല്ല സ്റ്റോറി ടെല്ലറാണ്. അതുപോലെ തന്നെ ഹി മോസ്റ്റ്ലി നറേറ്റഡ് ദ വീക്ക്നെസ് ഓഫ് ഹിസ് ജനറേഷൻ. അദ്ദേഹത്തിൻ്റെ ജനറേഷനിലുള്ള ആളുകളുടെ വീക്ക്നെസ്സിനെയാണ് അദ്ദേഹം കൂടുതലായിട്ട് പറഞ്ഞു തന്നിട്ടുള്ളത് നമുക്ക്. അതുപോലെ തന്നെ ഇങ്ങനെ വലിയ ലോങ് സ്പീച്ചസും എത്തിക്കൽ പ്രോബ്ലംസൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ട്രോളിയസ് ആൻഡ് ക്രിസ്ഡേ എന്നുള്ളത് ഒരു ലോങ് നറേറ്റീവാണ്. അപ്പോൾ അതിലൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. അതൊരു ഉദാഹരണമാണ്. Chaucer's metrical skill. Chaucer has contributed much to English literature. He supplied many poetical techniques. He imported the decasyllabic line from France and used it in stanzaic and couplet forms. The 7-line stanza ABA BBCC has become known as the Chaucerian or rhyme royale. And the Chaucer is the earlier of great moderns. His advances starting when compared with the poets of his own time. Apart from the superficial arcanes of spelling, the modern reader finds Chaucer closely akin. Chaucer stands alone as a genius for more than 100 of years. None dare claim equality with him. അപ്പോൾ അദ്ദേഹം ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നമ്മുടെ ലിറ്ററേച്ചറിൽ നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പോയറ്റിക്കൽ ടെക്നിക്സൊക്കെ അദ്ദേഹം സപ്ലൈ ചെയ്തിട്ടുണ്ട്. അതേപോലെ ഡെക്കാസിലബിക് ലൈൻ അദ്ദേഹം ഫ്രാൻസിൽ നിന്ന് കൊണ്ടുവന്നു. അതുപോലെ തന്നെ സ്റ്റാൻസായിക്കും കപ്ലെറ്റ് ഫോംസൊക്കെ അദ്ദേഹമാണ് കൊണ്ടുവന്നത്. അതുപോലെ 7-line സ്റ്റാൻസായിട്ട് അതുപോലെ ABA BBCC എന്നുള്ള ഈ ഒരു ഫോം അറിയപ്പെടുന്നത് ചോസേറിയൻ ഫോം അല്ലെങ്കിൽ റൈം റോയൽ എന്നാണ് അറിയപ്പെടുന്നത്. ചോസർ ഇസ് ദ ഏർലിയസ്റ്റ് ഓഫ് ഗ്രേറ്റ് മോഡേൺസ്. പുതിയ ഈ മോഡേണിസ്റ്റുകളിൽ ആദ്യത്തെ ആളായിരുന്നു ചോസർ. അപ്പം ഹിസ് അഡ്വാൻസ് സ്റ്റാർട്ടിങ് വെൻ കമ്പയർഡ് വിത്ത് ദ പോയറ്റ്സ് ഓഫ് ഹിസ് ഓൺ ടൈം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലുള്ള പോയറ്റ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. Apart from the superficial arcanes of spelling, the modern reader finds Chaucer closely akin. Chaucer stands alone as a genius for more than 100 of years. None dare claim equality with him. അപ്പം 100 കണക്കിന് വർഷങ്ങളായിട്ട് ചോസർ എന്താണ് ജീനിയസ് ആണ്. അദ്ദേഹം മാത്രമേ ഉള്ളൂ ആ ഒരു പൊസിഷനിൽ. അദ്ദേഹത്തിൻ്റെ അത്ര ക്വാളിറ്റി ക്ലെയിം ചെയ്യാനായിട്ട് ഇന്നും ഒരു എഴുത്തുകാരനും എത്തിയിട്ടില്ല എന്നാണ് പറയുന്നത്. ഇനി ചോസറിൻ്റെ കാലഘട്ടത്തിലുള്ള മറ്റു പോയറ്റ്സിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അതർ പോയറ്റ്സ് ഓഫ് ദ ഏജ് ഓഫ് ചോസർ: വില്യം ലാംഗ്ലാൻഡ് ഓർ ലാംഗ്ലി. Langley was born in Shropshire about 1332. He is one of the early writers. Details are known about him from the manuscripts of his poems and the remarks he made regarding himself in the course of his poems. His poems are energetic, filled with seriousness and simple treatment. The poem Vision of William concerning Pius the Plowman is a standing example. അപ്പം അദ്ദേഹം ജനിച്ചിട്ടുള്ളത് 1332 അപ്പം ആ കാലഘട്ടത്തിൽ തുടക്കത്തിലുള്ള ഒരു ഏർലി റൈറ്ററാണ് അദ്ദേഹം. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പോയംസൊക്കെ കയ്യെഴുത്ത് പ്രതികളായിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പോയംസ് എനർജറ്റിക് ആണ്. അതുപോലെ തന്നെ സീരിയസ്നെസ്സും അതുപോലെ സിമ്പിൾ ട്രീറ്റ്മെൻറ്റും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പോംസ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു പോംസിൻ്റെ ഒരു എക്സാമ്പിളാണ് ദ വിഷൻ ഓഫ് വില്യം കൺസേണിങ് പയസ് ഓഫ് ദ പ്ലോമാൻ എന്ന് പറയുന്നത്. അടുത്തത് ജോൺ ഗോവർ. ഹിസ് ബർത്ത് ഇസ് അൺസർട്ടൈൻ. ഹി വാസ് എ മാൻ ഓഫ് മീൻസ് ആൻഡ് മെമ്പേഴ്സ് ഓഫ് എ ഗുഡ് കെൻഡിഷ് ഫാമിലി. He took an active part in politics and literature. The 3 chief works of Gower are noteworthy, for they explain the unstable state of contemporary English literature. There are Specula Meditandix, Vox Clamantis, and Confessio Amandis. The 3 poems are written in French, Latin, and English respectively. He is a good storyteller with anecdotes. And the meter is octosyllabic, complete, of great smoothness and fluency. അപ്പോൾ നമ്മുടെ ചോസറിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ജോൺ ഗോവറിൻ്റെ ബർത്തും അൺസർട്ടൈൻ ആണ്. നമുക്ക് ഫെമിലിയർ മീൻസ് നമുക്കറിയില്ല. അദ്ദേഹത്തിൻ്റെ ഫാമിലി അത്യാവശ്യം വെൽത്തി ആയിട്ടുള്ളൊരു ഫാമിലി ആയിരുന്നു. അതുപോലെ തന്നെ ഒരു കെൻഡിഷ് ഫാമിലിയിലെ മെമ്പറായിരുന്നു അദ്ദേഹം എന്ന് പറയുന്നുണ്ട്. അദ്ദേഹം പൊളിറ്റിക്സിലും ലിറ്ററേച്ചറിലും ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ 3 പ്രധാനപ്പെട്ട വർക്കാണ് സ്പെക്കുല
മെഡിറ്റാൻഡിസ്, വോക്സ് ക്ലമാൻഡിസ് ആൻഡ് കോൺഫെഷ്യോ അമാൻഡിസ്. ഇത് ഒന്ന് ഫ്രഞ്ചിലും ഒന്ന് ലാറ്റിനിലും മറ്റത് ഇംഗ്ലീഷിലുമാണ് എഴുതിയിട്ടുള്ളത്. അദ്ദേഹം നല്ലൊരു സ്റ്റോറി ടെല്ലറാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അതേ യൂസ് ചെയ്തിരുന്ന മീറ്റർ എന്ന് പറയുന്നത് ഒക്ടോസിലബിക് മീറ്ററിലായിരുന്നു അദ്ദേഹം എഴുതിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ അടുത്തതാണ് ജോൺ ബാബ് എന്ന് പറയുന്നത്. He was born in Aberdeenshire and studied both in Oxford and Paris. He is the first of Scottish poets. His great work is his Bruce, a lengthy poem of 20 books and 30,000 lines. The poem tells about Scotland's freedom struggle. അദ്ദേഹം ജോൺ ബാബ ജനിച്ചത് അബർഡീൻഷയറിലാണ്. അദ്ദേഹം ഓക്സ്ഫോർഡിലും പാരീസിലും പഠിച്ചിട്ടുണ്ട്. അപ്പം അദ്ദേഹം സ്കോട്ടിഷ് പോയറ്റ്സിലെ ആദ്യത്തെ ആളുകളിൽ ഒരാളാണ് അദ്ദേഹം. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഗ്രേറ്റസ്റ്റ് വർക്ക് എന്ന് പറയുന്നത് ബ്രൂസാണ്. അതൊരു ലെങ്തി പോയാണ്. 20 ബുക്കുകളും 30,000 വരികളുള്ളൊരു വർക്കാണത്. ലെങ്തി പോയാണത്. പോം ടെൽസ് അബൌട്ട് സ്കോട്ട്ലാൻഡ്സ് ഫ്രീഡം സ്ട്രഗിൾ. സ്കോട്ട്ലാൻഡിൻ്റെ ഫ്രീഡം സ്ട്രഗിളിനെ കുറിച്ചാണ് ഈ ഒരു പോയത്തിൽ പറയുന്നത്. പ്രോസ് റൈറ്റേഴ്സ് ഓഫ് ദ ഏജ് ഓഫ് ചോസർ. അപ്പം ചോസറിൻ്റെ കാലത്തെ പ്രോസ് റൈറ്റേഴ്സാണ് സർ ജോൺ മൗഡേ വില്ലേ. ഹി വാസ് ബോൺ അറ്റ് സെൻറ്റ് ആൽബൻ. ഹി കമ്പൈൽഡ് ആൻഡ് പബ്ലിഷ്ഡ് എ ഫ്രഞ്ച് ബുക്ക് ഓഫ് ട്രാവൽസ് ബിറ്റ്വീൻ 1357 ആൻഡ് 1371. അപ്പം അദ്ദേഹം ജനിച്ചിട്ടുള്ളത് സെൻറ്റ് ആൽബനിലാണ്. അദ്ദേഹം ഒരു ഫ്രഞ്ച് ബുക്ക് ട്രാവലിൽ റിലേറ്റഡ് ആയിട്ടുള്ള ഫ്രഞ്ച് ബുക്ക് എഴുതിയിട്ടുണ്ട്, പബ്ലിഷ് ചെയ്തിട്ടുണ്ട് 1357 തൊട്ട് 371 കാലഘട്ടത്തിനുള്ളിൽ. ഹി ട്രാവൽഡ് എ ലോട്ട് ആൻഡ് ഹിസ് വർക്ക് വാസ് ട്രാൻസ്ലേറ്റഡ് ഇൻ സെവറൽ ലാംഗ്വേജസ് ഇൻക്ലൂഡിങ് ഇംഗ്ലീഷ്. അദ്ദേഹം ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വർക്ക്സ് പല ഭാഷകളിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്, ഇംഗ്ലീഷ് അടക്കം. He was a knight. The prose style is sweet, clear, having colloquial touches and admirable. അദ്ദേഹം ഒരു നൈറ്റ് ആയിരുന്നു. നൈറ്റ് എന്ന് പറഞ്ഞാൽ പ്രഭു എന്നൊക്കെ പറയില്ലേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രോസ് സ്റ്റൈൽ എന്ന് പറയുന്നത് സ്വീറ്റ്, ക്ലിയർ, അതുപോലെ തന്നെ കൊളോക്കിയൽ ടച്ചസ് ഒക്കെ ഉള്ള അഭിനന്ദനം അർഹിക്കുന്ന രീതിയിലുള്ള ഒരു എഴുത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ എന്ന് പറയുന്നുണ്ട്. ഇനി ജോൺ വൈക്ലിഫ്. He was born in Yorkshire about 1320. He was educated at Oxford and took holy orders. An active controversialist, he wrote many Latin books and support a large number of tracts and pamphlets in English. His prose style is not polished but vigorous with simplicity. അപ്പോൾ അദ്ദേഹം ജനിച്ചിട്ടുള്ള 1320 യോർക്ക്ഷയറിലാണ്. അതുപോലെ ഓക്സ്ഫോർഡിലും ആണ് അദ്ദേഹം പഠനം കംപ്ലീറ്റ് ചെയ്തതെന്ന് പറയുന്നുണ്ട്. അദ്ദേഹം ഒരു കോൺട്രവേഴ്സിയലിസ്റ്റ് ആയിരുന്നു. അദ്ദേഹം ലാറ്റിൻ ബുക്സൊക്കെ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം ഒരുപാട് റെവല്യൂഷണറി ഒപ്പീനിയൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിൻ്റെ കൂടെ തന്നെ ഒരുപാട് പാംപ്ലെറ്റ്സും ട്രാക്ട്സും ഒക്കെ ഇംഗ്ലീഷിൽ അദ്ദേഹം ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രോസ് സ്റ്റൈൽ എന്ന് പറയുന്നത് പോളിഷ്ഡ് അല്ല, പക്ഷേ സിംപ്ലിഫൈഡ് ആണെന്നുള്ളത് പറയാം, സിമ്പിൾ ലാംഗ്വേജിലുള്ളതാണെന്ന് പറയുന്നു. ഇനി അടുത്തത് സർ തോമസ് മെലറി. His famous work is Moated Arthur. Not much is known about him, but Saxton, who wrote a preface to his book, recorded in his details about Mallory. അപ്പം അദ്ദേഹത്തിൻ്റെ ഫേമസ് വർക്ക് എന്ന് പറയുന്നത് മോട്ടഡ് ആർതർ ആണ്. അങ്ങനെ ഒരുപാടൊന്നും അദ്ദേഹത്തിനെ കുറിച്ച് അറിയില്ല. അപ്പോൾ സാക്സ്റ്റൺ അദ്ദേഹത്തിൻ്റെ വർക്കിന് പ്രിഫേസ് എഴുതിയാൽ അദ്ദേഹത്തിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഡെവലപ്മെൻറ്റ് ഓഫ് ലിറ്റററി ഫോംസ്. The age of Chaucer saw a great significant advance in poetry and prose. In the poetry, the literary lyric, chiefly the religious and love lyric developed. Chaucer contributed little to lyrics. This age gave rise to the ballads. Robin Hood poems became popular in the late 14th century. These ballads were composed by minstrels. Yet another factor is the rise of allegory. The allegorical method was crude but gave moral and religious lessons. Chaucer's Canterbury Tales employed the technique of description and narration to satisfy the lower sections of the society. The metrical romance was used during the age of Chaucer. അപ്പം ചോസറിൻ്റെ ഏജ് എന്ന് പറയുന്നത് പോയട്രിക്കും പ്രോസിനും കൂടുതൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ഏജ് ആണെന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെ പോയട്രിയിൽ ലിറിക്കും റിലീജിയസും ലവും ഒക്കെ ഡെവലപ്പ് ചെയ്തത് ഈ ഒരു കാലഘട്ടത്തിലാണ്. അതുപോലെ തന്നെ ചോസറാണ് ഈ ലിറിക്സൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ബലാഡ്സിനൊക്കെ കൂടുതൽ പ്രാധാന്യം നൽകിയത് ഈ ഒരു ഏജാണ്.
അതുപോലെ തന്നെ റോബിൻസൺ പോംസൊക്കെ ലേറ്റ് 14th സെഞ്ച്വറിയിലൊക്കെ കൂടുതൽ പോപ്പുലറായി അറിയപ്പെട്ടു എന്നാണ് പറയുന്നത്. ദീസ് ബലാഡ്സ് വർ കമ്പോസ്ഡ് ബൈ മിനിസ്ട്രൽസ്. ഈ ബലാഡ്സൊക്കെ കമ്പോസ് ചെയ്തിരിക്കുന്നത് മിനിസ്ട്രൽസ് ആയിരുന്നു. മറ്റൊന്നാണ് അലിഗറി. അലിഗോറിക്കൽ മെത്തേഡ് വാസ് ട്രൂഡ് ബട്ട് ഗവ് മോറൽ ആൻഡ് റിലീജിയസ് ലെസൺസ്. അലിഗോറിക്കൽ മെത്തേഡ് നമുക്ക് മോറൽ ആൻഡ് റിലീജിയസ് ലെസൺസ് ഒക്കെ നൽകും എന്നാണ് പറയുന്നത്. ചോസസ് കാൻറ്റർബറി ടേൽസ് എംപ്ലോയ്ഡ് ദ ടെക്നിക് ഓഫ് ഡിസ്ക്രിപ്ഷൻ ആൻഡ് നരേഷൻ. എന്നാൽ ചോസറിൻ്റെ കാൻറ്റർബറി ടേൽസിൽ നമുക്ക് കാണാം എങ്ങനെയാണ് ഡിസ്ക്രിപ്ഷൻ നരേഷനൊക്കെ നടത്തേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാവും. ടു സാറ്റിസ്ഫൈ ദ ലോവർ സെക്ഷൻസ് ഓഫ് ദ സൊസൈറ്റി മെട്രിക്കൽ റൊമാൻസ് വാസ് യൂസ് ഡ്യൂറിംഗ് ദ ഏജ് ഓഫ് ചോസർ. അപ്പോൾ ലോവർ സെക്ഷനിലുള്ള ആളുകളെയും സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് മെട്രിക്കൽ റൊമാൻസ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ യൂസ് ചെയ്തിരുന്നത്. ഇൻ പ്രോസ് റാപ്പിഡ് ഗ്രോത്ത് വാസ് ഫൗണ്ട് ഇൻ ദിസ് എറ. ദ ട്രാവൽസ് ഓഫ് മാൻഡിവില്ലെ ആൻഡ് ദ ട്രാൻസ്ലേഷൻ ഓഫ് ദ ബൈബിൾ ആർ ഗുഡ് എക്സാമ്പിൾസ്. അപ്പം ഈ ഒരു എറയിൽ കൂടുതൽ പെട്ടെന്ന് പുരോഗമനം ഉണ്ടായി എന്നാണ് പറയുന്നത്. ഈ ട്രാവൽസ് ഓഫ് മാൻഡിവില്ലെയും അതുപോലെ തന്നെ ബൈബിൾ ട്രാൻസ്ലേഷനൊക്കെ അതിനുള്ള ഉദാഹരണമാണ്. ബട്ട് ദ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡെവലപ്മെൻറ്റ് ഇസ് സീൻ ഇൻ ദ ഹോംലി ഇംഗ്ലീഷ് യൂസ്ഡ് ഇൻ സിവിക് റെക്കോർഡ്സ് ആൻഡ് ദ ലെറ്റേഴ്സ് റിട്ടൺ ബൈ പാസ്റ്റേൺ, സെല്ലീസ് ആൻഡ് സ്റ്റോണേഴ്സ്. ദർ വാസ് എ ഗ്രോയിങ് കമാൻഡ് ടു ദ നേറ്റീവ് ഇഡിയം ഇൻ പ്രോസ്. അപ്പോൾ മോസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഹോംലി ഇംഗ്ലീഷ് യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ സിവിക് റെക്കോർഡ്സും ലെറ്റേഴ്സൊക്കെ ഉണ്ട് എന്നാണ് പറയുന്നത്. ഇനി ഇതിൻ്റെ കൺക്ലൂഷനാണ്. ദിസ് ഏജ് owes much to Chaucer regarding the development of literature. It was during this time the meter was used in simplicity. There was an interesting revival of alliteration. Chaucer chose the poetic diction formed the French classical terms. Chaucer marked himself as a milestone through the endeavors in literature. ലിറ്ററേച്ചറിൻ്റെ കാലഘട്ടത്തിൽ ഒരുപാട് ഡെവലപ്മെൻറ്റ് ഉണ്ടായിട്ടുള്ള ഒരു കാലഘട്ടമാണ് ചോസറിൻ്റെ കാലഘട്ടം എന്ന് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ മീറ്ററൊക്കെ വളരെ സിംപ്ലിഫൈഡ് ഫോമിലായിരുന്നു. അതുപോലെ തന്നെ ലിറ്ററേച്ചറിൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് റിവൈവൽ ഉണ്ടായി. ചോസർ മാർക്ക്ഡ് ഹിംസെൽഫ്, ചോസർ തന്നെയാണ് ഇതിൻ്റെ മൈൽ സ്റ്റോൺ എന്ന്, ലിറ്ററേച്ചറിൻ്റെ മൈൽ സ്റ്റോൺ ആയിട്ട് അദ്ദേഹത്തിനെ മാർക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. So the unit 1 is completed. We will continue with the next class.